മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം കേശവീയം. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം കേശവീയം. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് LK അദ്വാനി. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് LK അദ്വാനി. ജംഗിൾ ബുക്കിൻ്റെ രചയിതാവ് റുഡ്യാർഡ് കിപ്ലിംഗ്. ജംഗിൾ ബുക്കിൻ്റെ രചയിതാവ് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. സുതന്തിരപ്പെരുമ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. സുതന്തിരപ്പെരുമ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? കമലാ സുരയ്യ ഓർ മാധവിക്കുട്ടി. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ. നവോത്ഥാന കൃതിയായ ഉട്ടോപ്യയുടെ കർത്താവ് തോമസ് മൂർ. നവോത്ഥാന കൃതിയായ ഉട്ടോപ്യയുടെ കർത്താവ് തോമസ് മൂർ. മൈ ലൈഫ് ആരുടെ കൃതിയാണ്? ബിൽ ക്ലിൻ്റൺ. ബിൽ ക്ലിൻ്റൺ ആണ് മൈ ലൈഫ് എന്ന കൃതി രചിച്ചത്. മൈ ടൈംസ് ആരുടെ കൃതിയാണ്? JB കൃപലാനി. JB കൃപലാനിയാണ് മൈ ടൈംസ് എന്ന കൃതി രചിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിലാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം പോർട്ടോനോവ. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം പോർട്ടോനോവയാണ്. ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല കുൾട്ടി. ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് ശാല കുൾട്ടി. കുൾട്ടി ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ച വർഷം 1870. 1870 കുൾട്ടി ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1907. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ സ്റ്റീൽ പ്ലാന്റ് അത് നിലവിൽ വന്നത് 1907. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. പൊതുമേഖലയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. പൊതുമേഖലയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഭദ്രാവതി. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഭദ്രാവതി. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം 1923. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം 1923. ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവ. ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ ആണ്.
സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ച വർഷം 1948. രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ച വർഷമാണ് 1948. 1953 UGC നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1953 UGC നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനെ നയിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ കമ്മീഷനെ നയിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനു വേണ്ടി പാസാക്കപ്പെട്ട ആദ്യ നിയമമാണ് ചാർട്ടർ ആക്ട് 1813. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനു വേണ്ടി പാസാക്കപ്പെട്ട ആദ്യ നിയമം ചാർട്ടർ ആക്ട് 1813. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയായി കരുതപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയായി കരുതപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലൈ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലൈ കമ്മീഷൻ എന്ന് പറയുന്നത്. റാലൈ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. റാലൈ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നത് 1904 ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നത് 1904. സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ മുത്തലിയാർ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷനാണ് മുത്തലിയാർ കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ DS കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയിട്ടുള്ള കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ. 10+2+3 രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന കമ്മീഷൻ കോത്താരി കമ്മീഷൻ. 10+2+3 രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരിയാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ സാഡ്ലർ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ സാഡ്ലർ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ
അഥവാ സാഡ്ലർ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭു. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മീഷനാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി രൂപം കൊണ്ട കമ്മീഷനാണ് എൻ ഗോപാലസ്വാമി കമ്മീഷൻ. സംസ്കൃത ഭാഷയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി രൂപം കൊടുത്ത കമ്മീഷന്റെ തലവനായിരുന്നു എൻ ഗോപാലസ്വാമി. സിവിൽ സർവീസ് പരീക്ഷയുടെ ഘടന പുനഃപരിശോധിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ബി എൻ ബസ്വാൻ. സിവിൽ സർവീസ് പരീക്ഷയുടെ ഘടന പുനഃപരിശോധിക്കാൻ നിയമിച്ച കമ്മീഷന്റെ തലവനായിരുന്നു ബി എസ് ബസ്വാൻ എന്നു പറയുന്നത്. ഇന്ത്യയിൽ IITകൾ സ്ഥാപിക്കാൻ കാരണമായ കമ്മിറ്റി നളിനി രഞ്ജൻ സർക്കാർ കമ്മിറ്റി. ഇന്ത്യയിൽ IITകൾ സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി നളിനി രഞ്ജൻ സർക്കാർ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ കാരണമായ കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റി. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ കാരണമായ കമ്മിറ്റിയാണ് പാർത്ഥസാരഥി കമ്മിറ്റി. ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ നിയുക്തനായ കമ്മീഷനായിരുന്നു യശ്പാൽ കമ്മീഷൻ. ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ നിയുക്തനായ കമ്മീഷൻ യശ്പാൽ കമ്മീഷനാണ്. സോപ്പുകളിൽ കാണപ്പെടുന്ന വർണ്ണശലഭമായ ദൃശ്യത്തിന് കാരണം ഇന്റർഫെറൻസ് ആണ്. സോപ്പുകളിൽ കാണപ്പെടുന്ന വർണ്ണശലഭമായ ദൃശ്യത്തിന് കാരണം ഇന്റർഫെറൻസ്. സോപ്പുകളിൽ കാണപ്പെടുന്ന വർണ്ണശലഭമായ ദൃശ്യത്തിന് കാരണം ഇന്റർഫെറൻസ് ആണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിഫലനവുമാണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും. ജലത്തിൽ താഴ്ത്തിവെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തിവെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണവും ഡിഫ്രാക്ഷൻ ആണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണവും ഡിഫ്രാക്ഷൻ തന്നെയാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം അപവർത്തനം. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം വിസരണം. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം വിസരണം. മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. ഹോളോഗ്രഫിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ്. ഹോളോഗ്രാഫിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. എൻഡോസ്കോപ്പി, ബൈനോക്കുലർ, ഒപ്റ്റിക്കൽ ഫൈബർ എന്നിവയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം
പൂർണ്ണാന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പി, ബൈനോക്കുലർ, ഒപ്റ്റിക്കൽ ഫൈബർ എന്നിവയിൽ ഉപയോഗിക്കുന്ന പ്രകാശപ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനമെന്ന് പറയുന്നത്. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്ന പ്രകാശപ്രതിഭാസം ഡിഫ്രാക്ഷൻ. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്തു പേരിൽ അറിയപ്പെടുന്നു? അപവർത്തനം. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയാം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം എന്നറിയപ്പെടും. സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായിട്ടുള്ള അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. പ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായിട്ടുള്ള പ്രതിഫലനമാണ് വിസരണം. പ്രകാശം അന്തരീക്ഷത്തിലെ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായിട്ടുള്ള പ്രതിഫലനം വിസരണം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിൽ ആകെ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. വയനാട് ചുരം, താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരിയ ചുരം. വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പേരിയ ചുരം. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പടി ചുരം. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാൽ ചുരം. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാൽ ചുരം. കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കനൂർ ചുരം. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കനൂർ ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ആലുവാമൊഴി ചുരമാണ്. കേരളത്തിലെ ഏറ്റവും
തെക്കേ അറ്റത്തുള്ള ചുരം ആലുവാമൊഴി ചുരമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ബോഡിനായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. ബോഡിനായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 ഡിസംബർ 17. സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 ഡിസംബർ 17 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭകാലത്തെ തിരുവിതാംകൂർ ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. നിവർത്തന പ്രക്ഷോഭകാലത്തെ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി IC ചാക്കോ. നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി IC ചാക്കോ ആണ്. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തി അറസ്റ്റ് വരിച്ച വ്യക്തി C കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തി അറസ്റ്റ് വരിച്ച വ്യക്തി C കേശവൻ. C കേശവൻ 1937 ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊല്ലത്തും ആലപ്പുഴയിലും പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ശ്രീമൂലം പ്രജാസഭയിൽ അവിശ്വാസ പ്രമേയം നേരിടുകയും ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കുകയും ചെയ്ത വ്യക്തി TM വർഗീസ് ആണ്. 1937 C കേശവൻ ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊല്ലത്തും ആലപ്പുഴയിലും പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ശ്രീമൂലം അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയം നേരിടുകയും ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കുകയും ചെയ്തേണ്ടി വന്ന വ്യക്തിയാണ് TM വർഗീസ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1936. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ JD നോക്സ് ആണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ കേരള കേസരിയാണ്. ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരായിരുന്നു? സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാളാണ്.
തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചതാരായിരുന്നു? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചതാരായിരുന്നു? സ്വാതി തിരുനാൾ. 1834 റോബർട്ട് എന്ന ഇംഗ്ലീഷുകാരനെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ സഹായം നൽകിയതും സ്വാതി തിരുനാളാണ്. 1834 തിരുവനന്തപുരത്ത് റോബർട്ട്സ് എന്ന ഇംഗ്ലീഷുകാരനെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ സഹായം നൽകിയത് സ്വാതി തിരുനാളായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് റിങ്കിൾ ടോംബാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് റിങ്കിൾ ടോംബ്. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ഗൗരി പാർവതിബായി ആണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി ആണ്. പിന്നോക്ക സമുദായങ്ങളിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് മട്ടാഞ്ചേരിയിലാണ്. കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൺ ആണ്. മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൺ. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം തലശ്ശേരിയാണ്. മലബാറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം തലശ്ശേരി. ഇന്നത്തെ 100 ചോദ്യങ്ങൾ ഇതോടുകൂടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സമയം കിട്ടുമെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ 2-3 തവണയെങ്കിലും ഈ ഒരു ഓഡിയോ കേൾക്കാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു.